പഴം വെച്ചിട്ട് ഏത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും ഒട്ടുമിക്ക എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നവ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2 നേന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അങ്ങ് ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 1 കപ്പ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണല്ലേ കട്ടിംഗ് ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു മിക്സിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വാഴയിലയിൽ ഇതുപോലെ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ.